ഹലോ, ഏയ് വരൂ. സാറ് വിളിക്കും. നമസ്കാരം മാഷെ. നമസ്കാരം. മനോഹരന, എന്തോടോ തന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. എവിടെയായിരുന്നു? അതെ, എന്താ ഇപ്പോൾ ആലോചനോദ്ദേശം? മനോഹരം തന്നെ മാഷെ. വിശേഷമൊക്കെ പിന്നെ പറയാം. എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു. അതിപ്പോ അതിശയിക്കാൻ എന്താ ഇരിക്കുന്നത്? എൻ്റെ കൂടെ പഠിച്ചവരും അതിനുശേഷം പഠിച്ചവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കുടുംബമായി സന്തോഷത്തോടെ കഴിയുന്നു. ഞാനിപ്പോഴും ഒറ്റയാണ്. എൻ്റെ പെമ്മക്കളെ രണ്ടിനെയും കെട്ടിച്ചു, അവർക്ക് കുട്ടികൾ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടുത്തെ ടീച്ചേഴ്സിനോടൊന്ന് അന്വേഷിച്ചാലോ? താൻ എന്താ വിചാരിച്ചത്? സ്കൂളോ അതോ മാരേജ് ബ്യൂറോയോ? മാഷെന്താ കളിയാക്ക? താനേ വന്ന കാര്യം പറയണോ? മാഷക്ക് അറിയാലോ, എൻ്റെ അച്ഛൻ പാവം രാവും പകലും അധ്വാനിച്ച് സ്വന്തം ജീവിതം ഹോമിച്ച് ചോര നീരാക്കി സർക്കാർ സ്കൂളിൽ ചേർക്കാതെ കനത്ത ഡൊണേഷനും ഫീസും തന്നാണ് എന്നെ ഇവിടെ ചേർത്തത്. ഞാൻ നന്നായി കാണാൻ, അതിലൂടെ സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാൻ. തൻ്റെ കഴിവുകേട് കൊണ്ടല്ലേ, തനിക്കും അതൊക്കെ ആവായിരുന്നില്ലേ? മാഷേ, ജോലിയും കൂലിയും ഇല്ലാത്തതിന് ആര് പെണ്ണു തരാനാ? അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പുതിയതായിട്ട് തനിക്ക് പെണ്ണുകൾ അന്വേഷിക്കലല്ല പണി. ഞാൻ ജോലി വേണമെന്നും പഠിക്കണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുമായിരുന്നല്ലോ. കളിച്ചു നടക്കലായിരുന്നോ? എൻ്റെ മാഷേ, ഇത് തമാശയല്ല. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇവിടെ ചെലവാക്കിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. അതുകൊണ്ട് ഞാൻ പോകും. അതിൻ്റെ കണക്ക് എനിക്ക് കരുതലാമലകമാണ്. മനോഹര, ഇത് വളരെ തമാശയായിട്ടുണ്ട് കേട്ടോ. എവിടെയും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് താനീ പറയുന്നത്. എടോ, പഠിക്കുന്നതിന് കൊടുത്ത ഫീസ് തിരിച്ച് കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ചരിത്രം തനിക്ക് പറയാൻ പറ്റുമോ? ചരിത്രവും ഭൂമിശാസ്ത്രവും എനിക്ക് അറിയണ്ട. എൻ്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. അതൊരു പുതിയ ചരിത്രമായിക്കോട്ടെ. എന്താ പുതിയ ചരിത്രം ഉണ്ടാക്കാൻ? താനെന്താ മഹാത്മാഗാന്ധിയുടെ അനന്തരമാണ്? മാഷേ, ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതമാണിത്. ഈ കാശ് കിട്ടിയിട്ട് വേണം എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ, പുതിയൊരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ. തന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് കൗൺസിലിൽ വിളിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഇത് കൂടി ആലോചിക്കട്ടെ, തൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാൻ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ചിലവാക്കിയ കാശിൻ്റെ കണക്ക് എനിക്ക് കരുതലാമലകമാണ്. ഇതാ ലിസ്റ്റ്. സാറ് സ്റ്റാഫ് കൗൺസിലുമായിട്ടോ ഇനി വേറെ ആരുമായിട്ടോ ആലോചിച്ചോളൂ. ഈ കാശും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. ഏതറ്റം വരെയും ഈ മനോഹരം പോകും. ഇത് കുറെ ഗംഭീരമായ കണക്കാണല്ലോ. ഏതായാലും ഞാൻ സ്റ്റാഫ് കൗൺസിലായിട്ടൊന്ന് ആലോചിക്കട്ടെ. ആയിക്കോട്ടെ, ഞാൻ അതുവരെ പുറത്തുനിന്നിരിക്കും. എനിക്ക് തിരക്കുണ്ട്, വേഗം ആയിക്കോട്ടെ. ഞാനവിടെ ഇരിക്കണോ? ഞാൻ ഇരിക്കട്ടെ. വേണു, നമ്മുടെ സ്റ്റാഫ് കൗൺസിലിൽ പ്രധാനപ്പെട്ട ഒരു 4 പേരെ വിളിക്കും. വളരെ അത്യാവശ്യമാണ്. ശരി. വരും വരും. ഇവിടെ വിചിത്രമായ ഒരു സംഭവം നടന്നു. നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു പുതിയ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമായിട്ടാണ് വരവ്. അപ്പോൾ അത്
ഒന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം. കാര്യം അയാൾ ഇവിടെ 10-15 വർഷത്തിന് മുമ്പ് പഠിച്ചതാണെന്നും അതിനുശേഷം അയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, 10-30 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, കുടുംബമില്ല, ഇതൊക്കെയാണ് അയാളുടെ ആവരാതി. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് ഈ വിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണത്രേ ഈ ജോലിയൊന്നും കിട്ടാതിരുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. ഒരു മനോഹരൻ പണ്ട് നാടകത്തെ നടൻ മനോഹരൻ ഏയ് ഇങ്ങനെയുള്ള ആളല്ല. ഏയ് അതുമല്ല, ആളൊരു എക്സെൻട്രിക് ടൈപ്പാണ്. വെടക്ക് കേസാണ്. അവൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ടാണ് ഇവിടെ ഫീസ് തന്നത്. അത് പറഞ്ഞിട്ടെന്താ കാര്യം? അവന് നേട്ടങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കുറ്റം നമ്മളുടെ തലയിൽ വെച്ചിട്ട് ഇവിടെ അടച്ച പണം മുഴുവൻ അവന് തിരിച്ചു കിട്ടണമെന്നാണ് ആവശ്യം. അടച്ച ഫീസ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എനിക്കും ഉള്ളിൽ കേടില്ലാത്ത വിധം അവനും ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. അവന്റെ പരാതിയും പിൻവലിച്ച് അവൻ സ്ഥലം വിടണം. അതിനുള്ള ഒരു ഉപായം കണ്ടുപിടിക്കണം. അതാണ് ഇങ്ങനെ ഓരോരുത്തര് ശരിയാക്കി വന്നാൽ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ മനോഹരമായ ഒരു സ്വപ്നം. മനോഹരനെ ഒന്ന് വിളിക്കൂ. മനോഹര, വരൂ. തീരുമാനമായില്ലേ? എൻ്റെ കാശ് തരൂ, എനിക്ക് പോകാൻ തിരക്കുണ്ട്. മാഷേ, പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് പോകണമെന്ന്. എൻ്റെ കാശ് താ. മനോഹരൻ അവിടെ ഇരിക്കൂ. ആ കസേരയിൽ ഇരിക്കൂ. ഞാൻ ഇരിക്കാൻ വന്നതല്ല, ഞാൻ കാശ് കൊണ്ടേ പോവും. മീറ്റിംഗ് കഴിഞ്ഞല്ലോ, ബോധ്യായിട്ട് എല്ലാവർക്കും. ഞങ്ങൾക്ക് ചില കണക്കുകൾ നോക്കാൻ താൻ അവിടെ ഇരിക്കൂ. താൻ ഇരിക്കണോ? ഇവിടെ ഇരിക്കേ. മനോഹരൻ, പേര് പോലെ തന്നെ ആളും മനോഹരൻ. മാഷ് എന്നെ വല്ലാണ്ട് സൂചിപ്പിക്കണ്ട. ആട്ടെ, മനോഹരനെ എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ പിഷാരടി മാഷെ ഓർമ്മയില്ലാണ്ട്? മാഷെ, ഞാൻ ഇവിടുത്തെ കൊടുത്ത കണക്ക് എനിക്ക് കരതലാമരകമാണ്. എന്താ പറഞ്ഞത്? കരതലാമരകം. എന്താ അതിന്റെ അർത്ഥം? എന്താ മാഷെ ഇത്? ഉള്ളം കയ്യിലെ നെല്ലിക്ക. എനിക്കിത് എവിടുന്നാ കിട്ടിയത്? മാഷെന്നെ പഠിപ്പിച്ചല്ലേ ക്ലാസ്സിൽ? ഇക്കണ്ട കാലമൊക്കെ മലയാളം ഞാൻ പലരെയും പഠിപ്പിച്ചു. പലരും നല്ല നിലയ്ക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലെ കരതലാമലകം തെറ്റുകൂടാതെ പറയാനും അതിന്റെ അർത്ഥത്തിൽ പറയാനും മനോഹരന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കേട്ടോ മാഷെ, 32 വർഷത്തെ എന്റെ അധ്യാപന ജീവിതം സഫലമായി. എന്റെ സർല ടീച്ചറെ, ഈ സാഹിത്യ മാഷ് എന്നെ നാടകത്തിൽ ചേർത്തിട്ട് ആ ടാപ്പ് കലാസമിതിയിൽ 10ാം ക്ലാസ്സായി ഞാൻ കുറെ അഭിനയിച്ചാണ്. പിന്നീട് പല കലാസമിതിക്കാര് എന്നെ അങ്ങനെ ഏറ്റെടുത്തു. ഞാനപ്പോ നടന്നങ്ങോട്ട് അഭിനയിച്ചു. ഇപ്പൊ ആ നടപ്പ് എന്നെ ജീവിതത്തിന് പുറത്താക്കി. എന്നിട്ട് എന്താ
ഈ സമിതിക്കാർ തമ്മിൽ പിന്നീട് അടി അറിയാലോ, നമ്മുടെ നാട്ടിൽ ഏത് സമിതി നടന്നാലും വേറെ സമിതിക്ക് പിടിക്കില്ല. വൃത്തികെട്ട അവസ്ഥയിലായി എനിക്ക് നാട് വിടേണ്ടി വന്നു. ഞാൻ പോകാൻ സ്ഥലമില്ല. മദ്രാസ്, ബോംബെ, ബാംഗ്ലൂര്, വയനാട് ചെയ്യാത്ത ഒരു പണിയില്ല. പക്ഷെ ഞാൻ മാത്രം ക്ലച്ച് പിടിച്ചില്ല. അവസാനം കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ തിരിച്ചു. അച്ഛൻ കിടപ്പിലായി. അമ്മ ഇപ്പോ അവശ്യം ഈ കാശ് കിട്ടിയിട്ട് വേണം എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ. എൻ്റെ ജീവിതം പച്ചപിടി. ടീച്ചറൊന്നും പറ. അല്ല മനോഹര, വളരെ കൃത്യമായ കണക്കാണ്. സ്കൂൾ അഡ്മിഷൻ, ഡൊണേഷൻ, PTA, LKG, UP സ്കൂൾ. പക്ഷേ കണക്ക് കൃത്യം. മനോഹര, ബാല്യപാഠങ്ങൾ നീ ഒന്നും മറന്നിട്ടില്ല. എന്തായാലും ഇത്രയും കൃത്യമായിട്ട് കണക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥി എനിക്ക് സന്തോഷമുണ്ട്. പൈസ A+B² മാത്രം പഠിച്ച എനിക്ക് നീ ഉണ്ടാക്കിയ ഇതുപോലൊരു ജീവിത കണക്ക് എനിക്ക് ഇപ്പൊ കൂട്ടിയാലും കൂടില്ല. നീ വെറും പിടിക്കലല്ല, നീ ഇത് പിടിക്കലാ പോലെ. ബോധ്യാണ്. കൃത്യല്ലേ ഇത്? ബോധ്യായില്ലേ? വാഴ അടിക്കാണ്ട് മാഷിക്ക് അറിയാത്ത കണക്ക് പറയാണ്ട് എൻ്റെ കാശ് നോക്കിയിട്ട് തരാണ്ട. I am fed up with my life. I can't even get suicide. I want to live. I have to start from zero. ഓഹോ, മനോഹര, നീ ഞാൻ പഠിപ്പിച്ച ഇംഗ്ലീഷ് നോക്കുമ്പോൾ മറന്നിട്ടില്ലേ? ഒട്ടും. വിശക്കുന്നവന് ഏത് ഭാഷയും അരങ്ങും. അവന്റെ വായന ഏത് വാക്കും വരും. അതിന് ഇംഗ്ലീഷ് പഠിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. എന്നാലും നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, അന്ന് നമ്മുടെ സ്കൂളില് ജയശ്രീ എന്ന പേരിൽ 2 ഇംഗ്ലീഷ് ടീച്ചർമാരുണ്ടായിരുന്നു. പക്ഷെ ടീച്ചർ PC ജയശ്രീ ടീച്ചർ അല്ലേ? ഓ, വെരി ഗുഡ്. നീ അപ്പോഴും നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അങ്ങനെ ഓർക്കാതിരിക്കും. എറണാകുളാവുന്ന ഒരു ടീച്ചറിലെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഓ, ഗുഡ് ബോയ്, സ്മാർട്ട് ഫെലോ. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. മനോഹര, എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? ഊർജതന്ത്രം ഫിസിക്സ് മാഷ്ട തന്ത്രങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വില പോയില്ല. എങ്കിലും നിന്നെ ഞാൻ മറന്നിട്ടില്ല. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം ഇപ്പോഴും നിനക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. എക്സാക്ട്ലി, ഏത് മറന്നിട്ടില്ല. പക്ഷേ ജീവിതത്തിലെ ബലതന്ത്രങ്ങളും മറ്റും മാത്രമേ ഇപ്പം അദ്ദേഹത്തിന് അറിയാം. മിടുക്കൻ. മോശം. ഇതൊരു മുടുക്കില്ല. അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലതും കൊടുക്കും. ഇത് ജീവിതത്തിൽ എല്ലാ മനുഷ്യരും പഠിക്കുന്ന പാഠമാണ്. ഇത് പഠിക്കാൻ ഒരു ന്യൂട്ടനും വേണ്ട, ഒരു സ്കൂളും വേണ്ട, ഒരു ഊർജ തന്ത്രം മാഷും വേണ്ട. സ്കൂൾ പഠിക്കുമ്പോ ആ ശാലിനിയുടെ പിറകെ നടക്കണ്ടായിരുന്നല്ലോ. എന്താ ആ കുട്ടിയെ കല്യാണം കഴിച്ചില്ല? എന്റെ ടീച്ചറെ, ഒരു സ്ഥിര വരുമാനമില്ലാത്തവന് ആര് പെണ്ണ് തരാനാണ്? നല്ല ജോലിക്കാരാരൊക്കെയോ അവിടെ അന്നേ കൊത്തിക്കൊണ്ടുപോയി. മാഷേ, സൈന്യ മാഷേ, എന്നിട്ട് കളിക്കുക, നാടകം കളിക്കുക, വീണ്ടും മാഷ നിർത്തിയില്ലേ? എന്റെ കാശാണ് മാഷേ. ഇപ്പോഴും എല്ലാം കൂടി എന്റെ ശവത്തിൽ കുത്തു. താനവിടെ ഇരിക്കുക. താനേ ഇവിടെ ഈ വിദ്യാലയത്തിൽ 4 വയസ്സ് തികയുന്നതിന് മുമ്പ് 8ഉം പൊട്ടും തിരിയാത്ത ഒരു പയ്യനായിട്ട് ഇവിടെ വന്നു. 12 വർഷത്തോളം ഇവിടെ പഠിച്ചു.
ആ പഠനത്തിൽ നിന്നും നീ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. നിനക്ക് അറിവുണ്ടായി, ജീവിതത്തിലേക്കുള്ള വഴികൾ തെളിഞ്ഞു കിട്ടി, കഴിവുകളുണ്ടായി. ഇതൊക്കെ വളരെ മൂല്യമേറിയ അറിവുകളായിട്ടാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ആ കണക്കുകളൊക്കെ ഞങ്ങൾക്ക് കരുതലാമലകമാണ്. എനിക്ക് കുറച്ച് തിരക്കില്ല, ഞാൻ പോയിട്ട് പിന്നെ വന്നാൽ മതി. മനോഹര, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി നിന്റെ പഠിപ്പിന് വേണ്ടി ഇവിടെ അടച്ചിട്ടുള്ള തുകയുടെ എത്രയോ മടങ്ങ് അറിവുകളാണ് നിനക്ക് ആദ്യവുമായിട്ട് കിട്ടിയിട്ടുള്ളത്, ഇല്ലേ? അതിന്റെയൊക്കെ മൂല്യം ഞങ്ങൾക്കൊന്ന് കണക്കാക്കണം. അതിന്റെ ഒരു ലിസ്റ്റ് നിനക്കിപ്പോ അങ്ങോട്ട് തരാം. അതിന്റെ ബാക്കി പണം നീ ഇവിടെ അടച്ചിട്ട് പോയാൽ മതി. വിദ്യാലയം എന്താണ്, അധ്യാപകൻ എന്താണ്, വിദ്യ എന്താണ്, ഇതൊന്നും അറിയാത്ത വീട്ടിൽ കുഷ്മാണ്ഡങ്ങൾ.